ഏവർക്കും +2 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വിദ്യാർത്ഥികളും മാത്തമാറ്റിക്സ് എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വർഷത്തെ +2 മാത്തമാറ്റിക്സ് പബ്ലിക് എക്സാമിനേഷന് ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്കും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്തൊക്കെയാണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് 3 മാർക്സ് 4 മാർക്സ് എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ആ ചാപ്റ്റേഴ്സിൽ തന്നെ ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. തീർച്ചയായും ഫുൾ മാർക്കിന് വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾ കംപ്ലീറ്റ് നോട്ട്സും, അതായത് +2 മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ കംപ്ലീറ്റ് പോർഷൻസും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് കൂടെ കണ്ട് പഠിക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് 2 സ്ട്രാറ്റജീസ് സ്വീകരിക്കാം. ഒന്നുകിൽ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ കണ്ടു പഠിക്കാം, അല്ലെങ്കിൽ റിവിഷൻ ക്ലാസ് കണ്ടു പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്ക് ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. എന്തായാലും എല്ലാ പോർഷനും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് എന്നൊരു സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് പരിചയപ്പെട്ടു പോകുന്നത് ഫുൾ മാർക്ക് നേടുവാൻ സഹായകരമാകും. എന്നാൽ ഒരു A+ പ്രതീക്ഷിക്കുന്ന കുട്ടികൾ റിവിഷൻ ക്ലാസ് പ്ലസ് സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് കണ്ടാൽ മതിയാകും. ആ ക്ലാസ്സുകളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജസ്റ്റ് പാസ്സാകാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഡബിൾ പാസിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ ഷുവർ ക്വസ്റ്റ്യൻ സീരീസും 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസുമാണ് കാണേണ്ടത്. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഡബിൾ പാസ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഇവിടെ ആദ്യം ബയോളജി സയൻസ്, തുടർന്ന് കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ചാപ്റ്റർ നമ്പർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അവർക്ക് 7 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. ഒരു ക്വസ്റ്റ്യൻ ടൈപ്സ് ഓഫ് റിലേഷനിൽ നിന്നും മറ്റൊരു ക്വസ്റ്റ്യൻ ടൈപ്സ് ഓഫ് ഫങ്ഷനിൽ നിന്നാണ് ചോദിക്കുന്നത്. ടൈപ്സ് ഓഫ് റിലേഷനിൽ നിന്ന് ഒരു റിലേഷൻ തന്നിട്ട് അത് ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അത് ആ റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ സാധ്യത. ഫംഗ്ഷനിൽ നിന്ന് ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ 1 1 1 2 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണ് ഫംഗ്ഷൻ എന്ന് ചോദിക്കാൻ സാധ്യത. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് വെറും 4 മാർക്കാണ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ വെയിറ്റേജ്. ഒന്നുകിൽ ടൈപ്സ് ഓഫ് റിലേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ, ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കും. നേരത്തെ പറഞ്ഞ 2 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാൻ സാധ്യത. ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കുക. എന്നാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്ത് പഠിച്ചാലും മതിയാകും. ഈ 4 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 2 ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് വെറും 3 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. സാധാരണ ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. അടുത്ത പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് മറ്റൊരു ക്വസ്റ്റ്യൻ, അതായത് cos3 cos ഇൻവേഴ്സ് x cos ഇൻവേഴ്സ്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. പിന്നെ സൈൻ ഇൻവേഴ്സ് sin x x എന്ന ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനോ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, 3 മാർക്ക്. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും ഇതിലേതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്, 4 മാർക്ക്. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ചാപ്റ്ററിന് ചോദിക്കുക. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രൂഫൊക്കെ ചോദിക്കാൻ സാധ്യത കുറവാണ്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 3 മെട്രിസസ്. 7 മാർക്കാണ്. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഉണ്ടാകും, ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഉണ്ടാകും ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക്. എന്നാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 10 മാർക്കാണ്. സോ കൊമേഴ്സ് വിദ്യാർത്ഥികൾ ഈ ചാപ്റ്റർ ഫുള്ള് പഠിക്കുക. ട്രാൻസ്പോസ്, സിമെട്രിക്, സ്ക്യൂ സിമെട്രിക്, ഇക്വാളിറ്റി ഓഫ് മെട്രിസസ്, കൺസ്ട്രക്ഷൻ ഓഫ് മെട്രിസസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. മെട്രിക്സ്, മൾട്ടിപ്ലിക്കേഷൻ എല്ലാം പഠിക്കുക. ഒരു ഷോർട്ട് കട്ടുമില്ല, കംപ്ലീറ്റ് പോർഷൻ പഠിക്കുക. നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ട് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോവുക. ഉറപ്പായിട്ട് ഈ ചാപ്റ്ററിലെ 10 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ജയിക്കാൻ സാധിക്കും എന്ന് ഉറപ്പുള്ള ഒരു, നിങ്ങൾക്ക് വിജയിക്കാൻ സഹായിക്കുന്ന ഒരു ചാപ്റ്ററാണ് മെട്രിസസ്. ബയോളജി സയൻസുകാർക്ക് നല്ല വെയിറ്റേജ് ഉണ്ട്. 7 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. ഒരു 3 മാർക്ക് 4 മാർക്കും. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ്പ്രസ് ദ മെട്രിക്സ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്, അത് മസ്റ്റായിട്ട് പഠിക്കണം. അത് ചോദിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്നാൽ അത് ചോദിക്കാതെയും ഒത്തിരി പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കൺസ്ട്രക്ട് എ മെട്രിക്സ്, അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ എന്തായാലും എൻട്രി ലെവൽ ക്വസ്റ്റ്യൻ കാണും. പിന്നെ എന്താണ് ട്രാൻസ്പോസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, അത് നേരത്തെ പറഞ്ഞ എക്സ്പ്രസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ആകാം, അല്ലെങ്കിൽ AB ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു B ട്രാൻസ്പോസിന്റെ A ട്രാൻസ്പോസ്, അതിന്റെ വെരിഫിക്കേഷൻ ആകാം. പിന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് A ഈക്വൽ ടു ഒരു മെട്രിക്സ് എന്നിട്ട് പ്രൂവ് ദാറ്റ് A² - 5A + 7A = 0, അത്തരത്തിൽ ചോദിക്കാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ
ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻ, മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ ഫൈൻഡ് വാല്യൂസ് ഓഫ് എക്സ്, വൈ, ഇസഡ്, ഡബ്ല്യു. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ആ ചാപ്റ്ററിൽ 7 മാർക്കും സ്കോർ ചെയ്യാം. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 4 ഡിറ്റർമിനൻസ്. ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സാധാരണ ഒരൊറ്റ ക്വസ്റ്റ്യൻ 3 ഇക്വേഷൻസ് വിത്ത് 3 അൺനോൺസ് സോൾവ് ചെയ്യാൻ ചോദിക്കും. എന്നാൽ അപൂർവമായി 2 ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾ ചോദിച്ചതിന് ശേഷം ട്രയാങ്കിളിന്റെ ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. അല്ലെങ്കിൽ 2 ഡിറ്റർമിനന്റ് ഈക്വൽ ആണെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് സാധ്യത. വീണ്ടും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 9 മാർക്കാണ്. ഈ 2 ചാപ്റ്ററും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാകാം. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് പാസ്സാകാൻ വളരെ സിമ്പിളാണ്. ഈ 2 ചാപ്റ്ററും പഠിച്ചാൽ തന്നെ മോർ ദാൻ 18 മാർക്സ് കിട്ടുകയാണ്. ഇവിടെ ഇവർക്ക് എസ് എ ക്വസ്റ്റ്യനുമുണ്ട്, ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യനുമുണ്ട്. എസ് എ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ 3/3 ഇക്വേഷൻ സോൾവ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ അത് ചോദിക്കാം. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച 2 ഡിറ്റർമിനൻസ് ഈക്വൽ ആകുന്ന കേസ്. ഇവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ ഇവിടെയും ചോദിക്കാം. ബയോളജി സയൻസുകാർക്ക് പിന്നെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കണമെന്നില്ല. സെലക്ട് ചെയ്ത് പഠിച്ചാലും 6 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. 2 വിഭാഗക്കാർക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, വെയിറ്റേജും കൂടുതലാണ്. അപ്പോൾ ഇവിടെ സയൻസുകാർക്ക് 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, എസ് എ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. കൊമേഴ്സുകാർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ എവിടെ നിന്ന് ചോദിക്കും എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് കെ. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ 2 കൂട്ടർക്കും പ്രാധാന്യമുള്ളതാണ്. അതുപോലെ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ, പാരാമെട്രിക് ഡിഫറൻസിയേഷൻ, ഇതൊക്കെ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് ചോദിക്കും. പിന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവുമായി ബന്ധപ്പെട്ട് ആ ചാപ്റ്ററിലെ കാര്യങ്ങൾ കുറച്ച് ഭംഗിയായിട്ട് പഠിക്കുന്നതാണ് ഉചിതം. എങ്കിൽ മാത്രമേ മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കൂ. A+ എബോവ് വേണമെന്നുള്ള കുട്ടികൾ ഈ ചാപ്റ്റർ തഹവായി നിർബന്ധമായും പഠിക്കുക. അറ്റ്ലീസ്റ്റ് നമ്മുടെ റിവിഷൻ ക്ലാസ് എങ്കിലും കണ്ട് പഠിക്കുക. അടുത്ത ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ചാപ്റ്റർ നമ്പർ 6. 2 കൂട്ടർക്കും 7 മാർക്കാണ് വെയിറ്റേജ്, ഒരു 3 മാർക്ക്, ഒരു 4 മാർക്സ്. 3 പോർഷനാണുള്ളത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ, മാക്സിമ ആൻഡ് മിനിമ. ഈ 3 പോർഷനിൽ ഏതെങ്കിലും 2 പോർഷനിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സാധാരണ സ്ഥിരമായി ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ കാണും. പ്രത്യേകിച്ച് ബയോളജി സയൻസ് ശ്രദ്ധിക്കുക. ഒരു ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് തന്നിട്ട് ആ ഫംഗ്ഷന്റെ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ കാണുക, ഏതൊക്കെ ഇന്റർവെലാണ് ഡിക്രീസിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ഈ വർഷം ചോദിക്കാൻ സാധ്യത കൂടുതലുണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഇന്റർവെൽ ഇൻ വിച്ച് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചോദിക്കുന്നത് ഒന്നുകിൽ റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ മാക്സിമ ആൻഡ് മിനിമ. റേറ്റ് ഓഫ് ചേഞ്ച് ചോദിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അത് കുറച്ച് കൂടെ സിമ്പിളാണ്. മാക്സിമ ആൻഡ് മിനിമ ആണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് ചോദിക്കാം, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് കാര്യമായി സമയമെടുത്ത് പഠിച്ചാൽ മാത്രമേ സ്കോർ ചെയ്യാൻ സാധിക്കൂ. ചിലപ്പോൾ ഭാഗ്യത്തിന് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, മിക്കവാറും ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. നെക്സ്റ്റ് ഇന്റഗ്രൽസ്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് 9 ആണ്. എന്നാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് 6 മാർക്കാണ്. ബയോളജി സയൻസുകാരുടെ മറ്റൊരു എസ് എ ക്വസ്റ്റ്യനും ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ പഠിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽസ് തറവായി പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, അല്ലാത്തവർ പൂർണ്ണമായി ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. സെലക്ട് ചെയ്ത് പഠിക്കുക. പ്രോഡക്റ്റ് റൂൾ, ബൈ പാർട്സ് റൂൾ ഉപയോഗിച്ച് ഒരു പ്രോബ്ലം ചോദിക്കും. ഇന്റഗ്രൽ x² × log x അല്ലെങ്കിൽ ഇന്റഗ്രൽ x × cos x. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഇന്റഗ്രൽ 0 to a f of x dx ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a f of a minus x. ഇത് ഉപയോഗിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനും സാധ്യത കൂടുതലുണ്ട്. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ ബയോളജി സയൻസുകാർക്ക് പ്രതീക്ഷിക്കാം. സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യനിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പ്രോഡക്റ്റുകൾ കഴിഞ്ഞാൽ പാർഷ്യൽ ഫ്രാക്ഷൻ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുപയോഗിച്ച് ചോദിക്കാം. 1 ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അത് ചോദിക്കാം. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതിലേതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ സാധ്യത. 9 മാർക്ക് ആണ് ബയോളജി സയൻസുകാർക്ക്. കുറച്ച് പണിയെടുത്താൽ മാത്രമേ ആ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കൂ. എന്നാൽ വളരെ കുറച്ച് പണിയെടുത്ത് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. 4 മാർക്കാണ്. മിക്കവാറും കൊമേഴ്സുകാർക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു പരാബോള തന്നിട്ട് 2 ലൈൻസ് ബൗണ്ട് ചെയ്യുന്ന പോർഷന്റെ ഏരിയ കാണാൻ, അതാണ് കൂടുതലും ചോദിക്കുന്നത്. അല്ലെങ്കിൽ സർക്കിളിന്റെ ഏരിയ, എലിപ്സിന്റെ ഏരിയ. ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ബയോളജി സയൻസുകാർക്കും. 4-5 ക്വസ്റ്റ്യൻ പഠിച്ചാൽ ഈ ചാപ്റ്ററിലെ 4 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 4 മാർക്കാണ്. പൂർണ്ണമായി വേണമെങ്കിൽ 2 കൂട്ടർക്കും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ. പക്ഷേ ബാക്കി ചാപ്റ്റർ എല്ലാം ഭംഗിയായിട്ട് പഠിക്കണം. അപ്പോൾ എങ്കിലും സെലക്ട് ചെയ്ത് പഠിക്കാം. മിടുക്കരായ കുട്ടികൾക്ക് ഓർഡർ ഡിഗ്രി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ
വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കിയിട്ട് സൊല്യൂഷൻ കാണാൻ ചോദിക്കാം. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് സൊല്യൂഷൻ കാണാൻ ചോദിക്കാം. ഹോമോജീനിയസ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒരു കറക്കി കുത്ത് പരിപാടി പോലെ സെലക്ട് ചെയ്ത് പഠിക്കുക. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്രയേ ഉള്ളൂ. ആ രീതിക്ക് റിസ്ക് ഒന്നും എടുക്കേണ്ട. സമയം ഉണ്ട് എങ്കിൽ വിശദമായി പഠിക്കുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് പഠിക്കുക. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. വെക്റ്റർ ഓൾജിബ്ര ബയോളജി സയൻസുകാർക്ക് ഒരു 3 മാർക്ക് 4 മാർക്ക് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് 6 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്നാണ് ചോദിക്കുന്നത്. സോ കൊമേഴ്സ് വിദ്യാർത്ഥികളും ബയോളജി സയൻസ് വിദ്യാർത്ഥികളും പ്രാധാന്യത്തോട് പഠിക്കുക. വളരെ സിമ്പിളാണ്. വെക്റ്റർ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ ഫൈൻഡ് ഏരിയ ഓഫ് ദ പാരലോഗ്രാം, അല്ലെങ്കിൽ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു a+b ആൻഡ് a-b. ഇതിലൊന്ന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ് 2 കൂട്ടർക്കും. അടുത്ത് ഡോട്ട് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ്, ഫൈൻഡ് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ a1b. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ച ചരിത്രമാണ് കൂടുതലും ഉള്ളത്. ഇപ്പോഴത്തെ മോഡൽ പരീക്ഷയ്ക്കും അങ്ങനെയാണ് ചോദിച്ചത്. പിന്നെ തുടക്കത്തിലുള്ള സം ഓഫ് വെക്ടർ, സ്കേലാർ പ്രോഡക്റ്റ്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ യൂണിറ്റ് വെക്ടർ പാരലൽ ടു a+b, യൂണിറ്റ് വെക്ടർ പാരലൽ ടു വെക്ടർ ab എങ്ങനെ കണ്ടെത്താം, അത്തരത്തിലുള്ള ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ ചാപ്റ്ററും തറവായി പഠിക്കുന്നതാണ് നല്ലത്. നെക്സ്റ്റ് 3 ഡയമെൻഷണൽ ജോമെട്രി. 3 കാര്യങ്ങളേ ഉള്ളൂ. ഒട്ടും പഠിക്കാൻ പറ്റാത്തവർ ഫൈൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്, അതെങ്കിലും പഠിക്കുക. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്, അതുകൂടെ പഠിക്കുക. പിന്നെ ലൈൻ്റെ ഇക്വേഷൻ കാണുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത്രയും പഠിച്ചാൽ ഫുൾ മാർക്ക് ചെയ്യാൻ ആ ചാപ്റ്ററിന് സ്കോർ ചെയ്യാം. റിസ്ക് എടുക്കേണ്ട, ഇത്രയും പഠിക്കുക. 1 മണിക്കൂർ സമയം കൊണ്ട് ഈ 3 പോർഷൻ പഠിക്കാം. 3-ൽ 1 ചോദിക്കും. സാധ്യത കൂടുതൽ കൊമേഴ്സുകാർക്ക് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അത് ചോദിക്കാനാണ് സാധ്യത. എങ്കിലും എല്ലാം പഠിക്കുക. ബയോളജി സയൻസുകാർ കംപ്ലീറ്റ് പഠിക്കുക. നെക്സ്റ്റ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 2 കൂട്ടർക്കും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു 3 ഇനീക്വാളിറ്റിയോ 2 ഇനീക്വാളിറ്റിയോ ഉള്ള ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം തന്നിട്ട് സോൾവ് ചെയ്യാൻ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്യാൻ പറയും. എല്ലാവരും എഴുതി പഠിക്കുക, വരച്ച് പഠിക്കുക. നിർബന്ധമായിട്ടും ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഫൈനലി ദ ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റി. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 7 മാർക്കാണ് 2 കൂട്ടർക്കും. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 2 കൂട്ടർക്കും ബേസ് തിയറത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ബേസ് തിയറം ബാഗുമായി ബന്ധപ്പെട്ടത്, ഫാക്ടറിയുമായി ബന്ധപ്പെട്ടത്, ഇതാണ് സ്ഥിരം മാറി ചോദിക്കുന്നത്. എന്നാൽ ബയോളജി സയൻസുകാർ ശ്രദ്ധിക്കുക, എ മാൻ സ്പീക്സ് ട്രൂത്ത് എന്ന ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഈ വർഷം ചിലപ്പോൾ അത് സാധ്യതയുണ്ട്. അതുകൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക. ടെക്സ്റ്റിലെ എക്സാമ്പിളിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൊമേഴ്സുകാർക്ക് അത് ചോദിക്കാൻ സാധ്യതയില്ല. അവർക്ക് സ്ഥിരം ബാഗ്, ഫാക്ടറി, ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ബേസ് തിയറം. പിന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡയറക്റ്റ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, ഇതുമായി ബന്ധപ്പെട്ട് 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, ബേസ് തിയറം, 3 പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 7 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. സോ ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ് പറഞ്ഞു, ഓരോ ചാപ്റ്ററിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട പോർഷൻസും പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 30 ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കാണുക. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ എല്ലാ പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻ ഉണ്ട്. അല്ലെങ്കിൽ 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കണ്ടാലും മതി. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെയൊക്കെ ആൻസർ കണ്ടെത്താൻ സാധിക്കും. ഇനിയും ഒത്തിരി സമയമുണ്ട്. അടുത്ത 2 ദിവസം കാര്യമായി ആത്മാർത്ഥമായി പഠിക്കുകയാണെങ്കിൽ മിനിമം ഡബിൾ പാസ് നിങ്ങൾക്ക് കിട്ടും. നേരത്തെ പഠിച്ച കുട്ടികൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ പഠിച്ച് പൂർത്തീകരിക്കുകയാണെങ്കിൽ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ആത്മവിശ്വാസത്തോട് പോവുക, വിജയിക്കുവാൻ സാധിക്കും. മികച്ച സ്കോർ തന്നെ കണ്ടെത്തുവാൻ സാധിക്കും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നെക്സ്റ്റ് ഡേ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.